അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമുക്കൊരു എ എന്നൊരു സെറ്റ്, ബി മറ്റൊരു സെറ്റ്, സി മറ്റൊരു സെറ്റ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് ജി. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ്. അങ്ങനെ നമ്മൾ എഫ് ഡോട്ട് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് എഫ് ഓഫ് ജി ഓഫ് എ. എയുടെ ഇമേജ് ഇതാണ് എ, എയുടെ ഇമേജ് ആണിത് ബി. അപ്പോൾ ബി ആണ്. അപ്പോൾ ജി ഓഫ് എ ഈക്വൽ ടു ബി ആണ്. ഇതാണ് ജി ഓഫ് എ. ജി ഓഫ് എ ഈക്വൽ ടു ബി ആണ്. എഫ് ബിയിൽ നിന്നും സിയിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ്. അപ്പം ഇതാണ് സി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഇവിടുന്ന് എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എഫ് ഡോട്ട് ജി ഓഫ് എ എന്ന് പറയുന്നത്. എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് എയിൽ നിന്നും സിയിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ്. ഇതിനെയാണ് നമ്മൾ ജിയുടെയും എഫിൻ്റെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇവിടെ ആദ്യം നമ്മൾ എടുക്കുന്നത് ജി ആയിരിക്കും. ഇതുകൊണ്ട് ജി ഓഫ് എ ആണ് ആദ്യം എടുക്കുക. അപ്പോൾ ജി ഓഫ് എ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്. അത് കഴിഞ്ഞ് ജി ഓഫ് എ ബി ആണ്. അത് കഴിഞ്ഞ് എഫ് ഓഫ് ബി എടുക്കുന്നത് ബിയിൽ നിന്ന് സിയിലേക്ക്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ബി സി ടു ഇറ്റ് സെൽഫ്. ഇതാണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. എ ബി ഇതിനകത്തുള്ളത് എ ബി സി എന്ന് പറയുന്ന 3 എലമെന്റ് ആണ്. അത് എ ബി സിയിൽ നിന്നും എ ബി സിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് ജി ഓഫ് എ. പിന്നെയോ ജി ഓഫ് എ ആണ്. ജി ഓഫ് എ ഈക്വൽ ടു ബി. എ ബിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ജി ഓഫ് ബി ഈക്വൽ ടു സി. ബി എ സിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ജി ഓഫ് സി ഈക്വൽ ടു എ. സി എയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ദെൻ എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ബി സി ടു 1 2 3. 1 2 3ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് 1 2 3 എന്ന് പറയുന്ന സെറ്റാണ്. അതിലെന്താണ് പറഞ്ഞത്? എഫ് ഓഫ് എ ഈക്വൽ ടു 3. എ 3ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് ബി ഈക്വൽ ടു 2. ബി എ 2ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് സി ഈക്വൽ ടു 1. സി എ 1ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ദ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഡോട്ട് ജി ഈസ് ഡിഫൈൻഡ് ബൈ ഓരോന്ന് പറയുന്നുണ്ട്. എഫ് ഇത് ആദ്യം പറയുന്നത് എഫ് ഡോട്ട് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ. എഫ് ഓഫ് ജി എഫ് ആണ്. ജി ഓഫ് എ എന്താ? ബി ആണ്. അപ്പം എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് ബി എന്താ? എഫ് ഓഫ് ബി ഈക്വൽ ടു 2 ആണ്. ഇതാണ് ആ മാപ്പിംഗ്. അതിൽ ഓരോന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജി ഡോട്ട് എഫ് അല്ല, എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് ആദ്യത്തിൽ നിന്നും അവസാനത്തിലേക്കുള്ള എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ഓക്കെ, ദെൻ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Let f and g be the function from the set of integers defined by f of x equal to 2x plus 3 and g of x equal to 3x plus 2. What is the composition of f and g? What is the composition of g and f? അപ്പം
ബോത്ത് കോമ്പോസിഷൻ എഫ് ഡോട്ട് ജി ആൻഡ് ജി ഡോട്ട് എഫ് ആർ ഡിഫൈൻഡ്. അപ്പം എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് ഇതാ ആദ്യം നമ്മൾ ജി ഓഫ് എക്സ് ആണ് കാണേണ്ടത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3x+2 ഇതാ. അപ്പം എഫ് ഓഫ് 3x+2. ഇനി എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ്. അപ്പം ഇവിടെ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇതാണ് 3x+2 പ്ലസ് 3. 2x+3 ആണ്. അപ്പം ഇത് കിട്ടി. അപ്പം 6x+7 ആണ്. അത് മാറിപ്പോരുത്. ഒന്നും കൂടെ പറയാം. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്താ? 3x+2. ഇനി എഫ് ഓഫ് 3x+2 എന്താ? 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. അപ്പം നമുക്ക് ഇത് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ജി ഡോട്ട് എഫ് ആണ് കാണാൻ പോകുന്നത്. ജി ഡോട്ട് എഫ്. ജി ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? 2x+3 ഇതാ 2x+3. ജി ഓഫ് 2x+3. ഇനി ജി ഓഫ് എക്സ് എന്താ? 3 ഇൻറ്റു എക്സ്. 3 ഇൻറ്റു ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ? 2x+3. 2x+3 പ്ലസ് 2 പ്ലസ് 2. അപ്പം അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 6x+11. അപ്പം എഫ് ഡോട്ട് ജി ഓഫ് എക്സ് 6x+7ഉം ജി ഡോട്ട് എഫ് ഓഫ് എക്സ് 6x+11ഉമാണ്. അപ്പൊ ഇവിടെ എന്താ? ഇത് രണ്ടും എഫ് ഡോട്ട് ജി നോട്ട് ഈക്വൽ ടു ജി ഡോട്ട് എഫ് ആണ്. അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. എഫ് ഡോട്ട് ജി നോട്ട് ഈക്വൽ ടു ജി ഡോട്ട് എഫ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം ഓരോന്നിൻ്റെ. Let f be a function from the set A to the set B. The graph of the function f is the set of ordered pairs AB. AB എന്ന് പറയുന്ന ordered pairs ആണ്. A എലമെന്റിനെ എഫ് ഓഫ് എ ഈക്വൽ ടു ബി. നമുക്ക് ഒരു ഫംഗ്ഷൻ നോക്കാം. ആദ്യം ഇത് ഗ്രാഫ് ഓഫ് എഫ് എൻ ഈക്വൽ ടു 2n+1 സെറ്റ് ടു സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ എഫ് ഓഫ് 1 എന്തായിരിക്കും? എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ഇൻറ്റു 0+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എഫ് ഓഫ് 0 എന്ത് ചെയ്തു? 1ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. 0യെ 1ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത് ഇതാണ് അത്. ദെൻ എഫ് ഓഫ് 1 എന്തായിരിക്കും? എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 1+1. അപ്പോൾ എത്രയാ? 3. കണ്ടോ? 1നെ 3ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് 1, 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി എഫ് ഓഫ് 2 എന്തായിരിക്കും? എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ഇൻറ്റു 2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 2നെ മാപ്പ് ചെയ്തിരിക്കുന്നത് 5ലേക്കാണ്. അപ്പോൾ ഈ എലമെന്റ് എന്താ? ഈ പോയിന്റ് ഏതാ? 2, 5. ഇതാണ്. ഇതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. വേറൊരു ഗ്രാഫ് നോക്കാം. വേറൊരു ഗ്രാഫ് ഇതുണ്ടോ? ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം നമുക്ക് നോക്കാം. ഇതാ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം 1ന്റെ 1 തന്നെയാണ്. ഇതാ 1, 1. ഇനി എഫ് ഓഫ് 2 എഫ് ഓഫ് 2 ഈക്വൽ ടു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. അപ്പം 2ന്റെ 4 ആണ്. അപ്പോൾ ഇതാ 2, 4. ഇതാണ് ആ പോയിന്റ്. എഫ് ഓഫ് 3 എഫ് ഓഫ് 3 ഈക്വൽ ടു 3 സ്ക്വയർ 9. 3യുടെ 9 ആണ്. അപ്പം ആ പോയിന്റ് ഇതാണ് 3, 9. ദെൻ മൈനസ് എടുക്കുക. മൈനസ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് -1 എത്രയാ? എഫ് ഓഫ് -1 എഫ് ഓഫ് -1 ഈക്വൽ ടു -1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ -1ന്റെ 1 ആണ്. ഇതാ -1, 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി എഫ് ഓഫ് -2 ഈക്വൽ ടു -2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. -2ന്റെ 4 ആണ്. -2, 4. -3യോ -3, 9. -3, 9. -4ൻ്റെയോ -4, 16. അങ്ങനെ പോകും. ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ്. ഓക്കെ.